നിലമ്പൂരിൽ നിന്നും വിശദാംശങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ബി ശ്രീകുമാർ ചേരുന്നു. കോരിച്ചൊരിയുന്ന മഴയൊന്നും നിലമ്പൂരുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ മഴയെ അവഗണിച്ചും തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയും റോഡ് ഷോയിലൊക്കെ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് നിലമ്പൂരിൽ നിന്ന് കാണാൻ സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന കാരപ്പുറത്താണ്, മൂത്തടം പഞ്ചായത്തിലാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ നിൽക്കുന്നത് കോൺഗ്രസ് നേതാവും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി സ്വീകരിക്കാനാണ് ബലൂണുകളും അതുപോലെ തന്നെ പക്കാടുകളും ഒക്കെ ആയിട്ട് ഇവിടെ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്ന് മുന്നണികളും PV അൻവറിന്റെ പാർട്ടി പ്രവർത്തകരും ഒക്കെ വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇരു മുന്നണികൾക്കും വലിയൊരു നിർണായകമായ പോരാട്ടമാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ഒരു മണ്ഡലം സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി M. സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം മുഖ്യമന്ത്രി നേരിട്ട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം 2016 നഷ്ടപ്പെട്ട ആ ഒരു മണ്ഡലം, നിലമ്പൂർ മണ്ഡലം, അത് തിരിച്ചു പിടിക്കുക. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനാകുമെന്നുള്ള വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പുകളിലൊക്കെ അത് നമുക്ക് പ്രകടമാകുന്നുണ്ട്. NDA സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ്. കേരള കോൺഗ്രസ് നേതാവായിരുന്നു. അടുത്ത സമയത്താണ് BJP-യിൽ ചേർന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി കേന്ദ്ര ഗവൺമെന്റിന്റെ വികസിത ഭാരതം, വികസിത കേരളം, അതുപോലെ തന്നെ വികസിത നിലമ്പൂർ എന്നുള്ള ഒരു ലക്ഷ്യത്തിലാക്കി വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തുന്നത്. ഒപ്പം PV അൻവർ എന്നുള്ള പാർട്ടി 2025 ജനുവരി 13 MLA സ്ഥാനം രാജിവെച്ചിറങ്ങി. PV അൻവറിന്റെ ആ ഒരു വികസന നേട്ടം അത് ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തുന്നത്. എന്തായാലും ഈ മൂന്ന് മുന്നണികളും വലിയൊരു പോരാട്ടത്തിലാണ്. അപ്പം PV അൻവറുടെ കത്രിക ഇത്തവണ ആർക്കാവും? അത് വികസന തുടർച്ചയ്ക്ക് അത് തടയിടുമോ, അല്ലെങ്കിൽ ആർക്കാണ് ഈ ബാധിക്കുക? ആ കത്രിക പൂട്ട് ആരെയാണ് ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യം. എന്തായാലും കോരിത്തെഴിയുന്ന റെഡ് അലർട്ട് ആണെങ്കിൽ പോലും ഈ മലപ്പുറത്ത് നിലമ്പൂരില് അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ വലിയ ആവേശത്തോടെ ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി നിലമ്പൂരിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.